ഞാനൊരു എണ്ണപലഹാരമായിട്ടാണ് വന്നത്. പനിയാരം ഉഴുന്നുകൊണ്ടുള്ള ഒരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റിനും 4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് പനിയാരം. വരൂ, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഉഴുന്നാണ് പനിയാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ. ഇത് നമ്മൾക്കൊന്ന് പൊതിർത്തി വെക്കണം. ഏകദേശം ഒരു 1/2 കിലോ ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് നമ്മൾക്കൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം പൊതിർത്തി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചരി കൂടി വേണം, ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ഇവിടെ ഞാൻ കുറച്ച് പച്ചരിയാണ് എടുക്കുന്നത്. ഒരു 200 ഗ്രാം പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് പൊതിരാൻ വേണ്ടിയിട്ട്. അരച്ചു വെച്ച മാവിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചേർത്തു. പച്ചമുളക് ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തത്, ചേർക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്കാം. ചേർത്തിട്ട് നല്ലോണം ഇളക്കി റെഡിയാക്കുക. നല്ലോണം ഒന്ന് ചേർത്ത് ഇളക്കി വയ്ക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവം മതി കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാം നല്ലോണം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന കാരയിലാണ് കേട്ടോ. നമുക്കിതിൽ ചൂടായുള്ള ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുഴികളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾക്ക് രാവിലെ ചായക്കും ചായ പലഹാരത്തിനും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഡ്ഡലി മാവ് കൊണ്ടൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. അതേ പരുവത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ അരിയും ഉഴുന്ന് വേറെ ചേർത്തത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഡ്ഡലി മാവ് ബാക്കി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ വേഗത്തിൽ തന്നെ ഇത് മറിച്ചിടാനാവും കേട്ടോ. എൻ്റെ കാര്യം കുറച്ച് വലിയ കാര്യമാണ്. ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇത്ര വലിയ കാര ഉപയോഗിച്ചത്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഏകദേശം ഒരു മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എനിക്ക് ഏകദേശം എടുക്കാറായിട്ടുണ്ട്. നമുക്കത് പിന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. വളരെ നല്ല ടേസ്റ്റോടുകൂടി ഉള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കൊണ്ടുവെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കൂട്ടിക്കഴിക്കാൻ ഒരു ചട്നി കൂടി ഉണ്ടാക്കാം. ഒരു അരമുറി നാളികേരമാണ് ഞാൻ അതിനെടുത്തിട്ടുള്ളത്. അരമുറി നാളികേരം ചിരവിയത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ പനിയാരം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.